എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ഇങ്ക് ടാങ്ക് പ്രിൻ്ററായ കനോൺ പിക്സ്മ G1010 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൂഗിളിൻ്റെ ഒരു ഹോം പേജ് എടുക്കുക. അവിടെ നമുക്ക് കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴെ സെർച്ച് ഹിസ്റ്ററിയിലെ പേര് വരുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റുകൾ ഇവിടെ കാണിക്കും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് കനോണിൻ്റെ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റാണ്. അത് ഫസ്റ്റ് കാണുന്ന തന്നെ http://canon.support ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കനോണിൻ്റെ ഒഫീഷ്യൽ ഇന്ത്യയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പ വഴി എന്താ വെച്ചാൽ ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള അവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ G1010 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ താഴെ കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അത് ഡയറക്റ്റ് ഡൗൺലോഡ് സെൻറ്റർ കനോണിൻ്റെ ഡൗൺലോഡ് സെൻറ്ററുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ വിൻഡോസിൻ്റെ OS വെർഷൻസുകൾ കാണിക്കും. അതിൽ നമ്മളത് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുള്ള ഇത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കണ്ടില്ലേ, ആ Windows 10 64-bit ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് കണ്ടില്ലേ. അപ്പോൾ അതാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ വിൻഡോസ് വെർഷന്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 ഫയലുകൾ കാണിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള. നമുക്കതിൽ ആവശ്യമുള്ളത് സെൻറ്ററിൽ കാണുന്ന ഈ 31 MB ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മറ്റേതൊക്കെ പിന്നെ ഓൺലൈൻ വഴി പുതിയ വെർഷനേക്കാരം ഡൗൺലോഡ് ചെയ്യണം. അതിന് കുറേ ടൈമും കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇത് ഏകദേശം ലേറ്റസ്റ്റ് തന്നെ ആയിരിക്കും. ക്ലിക്ക് ചെയ്ത് ഇതേപോലെ നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ഇങ്ങനെ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ റൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കിത് ചില കമ്പ്യൂട്ടറിൽ ഇത് ചോദിച്ചോണമെന്നില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ റൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അല്ലേ, ലോഡിങ് നടക്കുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റീജിയൻ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് കണ്ടില്ലേ, ഈ സമയത്ത് മാത്രമേ USB കേബിൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പ് ഒരിക്കലും കണക്ട് ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഡയലോഗ് ബോക്സ് വരും. ഇൻസ്റ്റാളേഷൻ പ്രിൻ്റർ ഡ്രൈവർ ഈസ് കംപ്ലീറ്റഡ് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സ്ട്രാക്ഷൻ ഫയലിൻ്റെ സിപ്പ് ഫയലിൻ്റെ ആപ്പ് ഇപ്പോൾ ക്ലോസ് ആവുന്നതാണ്. ഇനി ഞാനൊരു സാമ്പിളിന് വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ ഉണ്ടാവും, കണ്ടില്ലേ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സകല ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്ററിനുള്ള ലിസ്റ്റും കാണിക്കും. ഇത് കൺഫ്യൂഷൻ വേണ്ട, ഞാൻ കുറേ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. നമ്മളെ പ്രിൻ്ററിൻ്റെ പേരാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്, കളറായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അവിടെ പോയിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ നോക്കി അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുത്തു. അതിൻ്റെ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്തു. ഈ സമയത്ത് പ്രിൻ്ററിലേക്ക് കമാൻഡ് വന്നിട്ട് പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഓക്കെ, നമ്മൾ ചെയ്തതെല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.